ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ക്രിസ്തുമസ് എന്നും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സദ്വാർത്ത മാത്രമാണ്. ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു തേങ്ങൽ. കാരണം നമ്മുടെ സ്ഥാപക പിതാവ് ഇല്ലാത്ത നമ്മുടെ ആദ്യത്തെ ക്രിസ്തുമസ് 1977 മെയ് 19 നമുക്ക് രൂപവും ഭാവവും നൽകിയ അന്നു മുതൽ പിതാവില്ലാത്ത ഒരാഘോഷവും ഒരു സന്തോഷവും നമുക്കുണ്ടായിട്ടില്ല. പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവും കരുതലും നമുക്ക് ഇന്ന് ഓർമ്മകൾ മാത്രമാകുമ്പോൾ, ക്രിസ്തുമസ് നാളിൽ ഉണ്ണീശോയുടെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാൻ ഒരു മധ്യസ്ഥൻ സ്വർഗത്തിൽ നമുക്കിന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. അതാണ് നമ്മുടെ സാന്ത്വനം. അതാണ് നമുക്കുള്ള സദ്വാർത്ത. നിത്യതയുടെ ലോകത്തിലേക്ക് പറന്നകന്ന ക്രിസ്തു നമ്മിൽ രൂപീകൃതനാകും വരെ ഈറ്റുനോവ് അനുഭവിച്ച നമ്മുടെ സ്ഥാപക പിതാവിൻ്റെ അനശ്വര ക്രിസ്തുമസ് സന്ദേശം ഇതാ ഒരിക്കൽ കൂടി. നമുക്ക് വേണ്ടി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു മിശിഹ, ആ ക്രിസ്തുവിനെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇപ്പോൾ അനുസ്മരിക്കുന്നത്. നമുക്ക് ക്രിസ്തുവിനെ ഒരുപക്ഷെ അവതരിപ്പിക്കുന്നത് ഒരു കൊച്ചു പടമായിരിക്കാം, ഒരു കൊച്ചു രൂപമായിരിക്കാം, ഒരുപക്ഷെ പള്ളിയിലെ കൃപയിലുള്ള ആകർഷകമായ ഉണ്ണിയേശുവിൻ്റെ നമ്മൾ കാൽമൊത്തുന്ന ആ രൂപമായിരിക്കാം, അങ്ങനെ എന്തുമായിരിക്കാം. പക്ഷെ നമുക്കുണ്ടല്ലോ, ഈ ദൈവത്തിനെ നമ്മളിപ്പോൾ കാണുന്നതും ഈ പരിശുദ്ധ അമ്മയും യോസേപ്പിതാവും ആട്ടിടയന്മാരും പൂജരാജാക്കന്മാരുമൊക്കെ കണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം. അവർ ഉണ്ണിയേശുവിനെ കണ്ടു, കരങ്ങളിലെടുത്തു, മാറോടണച്ചു, ഉമ്മ വെച്ചു, താലോചിച്ചു. എന്തൊരു ഭാഗ്യമുള്ളവരാണ് അവരൊക്കെ. പൂജാരാജാക്കന്മാരൊക്കെ അതുപോലെയൊക്കെ ചെയ്തു. നമുക്കും അതുപോലെ ചെയ്യാൻ കൊതി ഉണ്ടായിരിക്കാം. യേശുവിനെ എടുക്കാനും ഉമ്മ വയ്ക്കുവാനും ഒക്കെ നമുക്കത് സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ആഘോഷിക്കുന്ന അവസരത്തിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന യേശുവിനെ ഒരുപക്ഷെ അഗതിയുടെ, പാവപ്പെട്ടവരും നിരാലംബരും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സഫലമായി. യേശു നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. എനിക്ക് നിങ്ങളുടേതല്ലാതെ പാദങ്ങളില്ല, കൈകളില്ല. അപ്പോൾ നമ്മുടെ പാദങ്ങൾ, നമ്മുടെ കരങ്ങൾ, നമ്മുടെ ഹൃദയം, നമ്മുടെ ചിന്തകളെല്ലാം യേശുവിൻ്റെതാണ്. യേശു നമ്മിലൂടെ പ്രവർത്തിക്കുന്നു. ഇതാണ് ആശയം. അപ്പോൾ ക്രിസ്മസിന് നമ്മുടെ ഏറ്റവും സുന്ദരമായൊരു ആശയം ഇതായിരിക്കണം: യേശു നമ്മിലൂടെ പ്രവർത്തിക്കുന്നു. ദൈവപുത്രനായ യേശു, ആ യേശുവിനെ സ്വീകരിക്കുന്നവരൊക്കെ ദൈവപുത്രരായിത്തീരുന്നു. നമ്മളും ദൈവപുത്രരായിത്തീരുന്നു. ഏകദേശം 48 വർഷം നമ്മുടെ അപ്പൻ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിച്ച് സ്നേഹവും കരുതലും ആവോളം നൽകി. നമ്മുടെ സ്ഥാപക പിതാവിൻ്റെ ചൈതന്യവും സ്വപ്നങ്ങളും സ്വന്തമാക്കി ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ കരങ്ങളായി, പാദങ്ങളായി, സ്നേഹമായി, സ്വാതന്ത്ര്യമായി ജീവിതയാത്ര തുടരുമ്പോൾ പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്കെന്നും താങ്ങാകട്ടെ, തണലാകട്ടെ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകളോടൊപ്പം പുതുവർഷം കൃപകളാൽ നിറയാൻ പ്രാർത്ഥനകളും.